ആരാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്? ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. 150-ാം സങ്കീർത്തനമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നാം എടുത്തിരിക്കുന്നത്. യഹോവയെ സ്തുതിപ്പീൻ, ദൈവത്തെ അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പീൻ. അവന്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിപ്പീൻ. അവന്റെ വീരപ്രവൃത്തികൾ നിമിത്തം അവനെ സ്തുതിപ്പീൻ. അവന്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം അവനെ സ്തുതിപ്പീൻ. കാഹളനാദത്തോടെ അവനെ സ്തുതിപ്പീൻ. വീണയോടും കിന്നരത്തോടും കൂടെ അവനെ സ്തുതിപ്പീൻ. തപ്പിനോടും നൃത്തത്തോടും കൂടെ അവനെ സ്തുതിപ്പീൻ. തന്ത്രനാദത്തോടും കുഴലിനോടും കൂടെ അവനെ സ്തുതിപ്പീൻ. ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പീൻ. അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പീൻ. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ, യഹോവയെ സ്തുതിപ്പീൻ. 150-ാം സങ്കീർത്തനം വളരെ വിശദമായി സങ്കീർത്തനക്കാരൻ ഫോക്കസ് ചെയ്ത് പറയുന്ന ഒരേ ഒരു കാര്യം, ദൈവത്തെ സ്തുതിക്കണം. അവൻ ചെയ്ത സർവ്വ നന്മകൾക്കും നമ്മൾ അവനെ സ്തുതിക്കണം. മുൻപുള്ള സങ്കീർത്തനങ്ങൾ പോലെയല്ല ഈ 150-ാം സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുന്നത്. ദൈവത്തെ സ്തുതിക്കുക. അത് എങ്ങനെ സ്തുതിക്കണം, ആര് സ്തുതിക്കണം, എങ്ങനെയെല്ലാം സ്തുതിക്കണം, എവിടെ വെച്ചാണ് സ്തുതിക്കേണ്ടത് എന്നാണ് ഈ സങ്കീർത്തനക്കാരൻ ഇതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രധാനമായും 4 കാര്യങ്ങൾ. ഒന്ന്, എവിടെ വെച്ചാണ് ദൈവത്തെ നാം സ്തുതിക്കേണ്ടത്? 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് അവനെ സ്തുതിക്കണം. അവന്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിക്കണം. നോക്കിക്കേ, സങ്കീർത്തനക്കാരൻ പറയുക, അവന്റെ മന്ദിരത്തിൽ ചെന്ന് അവനെ സ്തുതിക്കുക. പഴയ നിയമകാലത്ത് അവന്റെ വിശുദ്ധ മന്ദിരമായ ആലയത്തിൽ നാം പോയി സ്തുതിക്കണമെങ്കിൽ ഇന്ന് നമ്മുടെ ശരീരമാകുന്ന മന്ദിരത്തിൽ നാം അവനെ സ്തുതിക്കണം. നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ ചിന്ത കൊണ്ട്, നമ്മുടെ പ്രയത്നം കൊണ്ട് എല്ലാം നാം ദൈവത്തെ സ്തുതിക്കണം. ദൈവം നമുക്ക് ഈ ആകാശവിധാനത്തെ ഒരുക്കി തന്നത് എന്തിനാണ്? അവന്റെ കൈയാണ് നമ്മൾ ഇവിടെ ഈ ആകാശവിധാനത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അവൻ സൃഷ്ടിച്ചത് എല്ലായിടവുമുണ്ട്. അവിടെ എല്ലാം നാം ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകണം. സങ്കീർത്തനക്കാരൻ അവന്റെ മനസ്സിൽ നിന്ന് ദൈവത്തോടുള്ള സന്തോഷം കൊണ്ട്, ദൈവം ചെയ്ത നന്മകളെ, ദൈവം ചെയ്ത കൃപകളെ, ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ പറയുക. എവിടെയെല്ലാം നമുക്ക് അവസരങ്ങൾ ഒരുങ്ങുന്നു അവിടെയെല്ലാം നാം ദൈവത്തെ സ്തുതിക്കണം എന്നാണ് 1-ാമത്തെ പോയിന്റായി സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുന്നത്. 2-ാമത് അവൻ പറയുന്നത്, എന്തിനാണ് നാം ദൈവത്തെ സ്തുതിക്കേണ്ടത്? അതിന് പറയുന്നത്, അവന്റെ വീര്യപ്രവൃത്തികൾ നിമിത്തം നാം അവനെ സ്തുതിക്കണം. 2, അവന്റെ മഹിമാധിക്യം കൊണ്ട് അവനെ സ്തുതിക്കണം. ദൈവത്തിന്റെ വീര്യപ്രവൃത്തികൾ എത്ര നാം അനുഭവിച്ചറിഞ്ഞതാണ്. അവന്റെ മഹിമയുടെ ആധിക്യം നാം എത്ര അനുഭവിച്ചതാണ്. അതുകൊണ്ടെല്ലാം നാം അവനെ സ്തുതിക്കുവാൻ തയ്യാറാകണം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവൻ ചെയ്ത നന്മകളെ നാം ഓർത്താൽ അവനെ സ്തുതിക്കാതിരിക്കാൻ നമുക്ക് കഴിയുകയില്ല. നമുക്ക് ആത്മാർത്ഥമായി നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ദൈവത്തെ സ്തുതിക്കാൻ നാം തയ്യാറാകട്ടെ. 3-ാമത്തെ കാര്യം, സങ്കീർത്തനക്കാരൻ നമ്മളോട് പറയുന്നത് മറ്റൊരു കാര്യമാണ്, എങ്ങനെയെല്ലാം സ്തുതിക്കണം. അന്ന് സങ്കീർത്തനക്കാരൻ തൻ്റെ മുമ്പിൽ കാണുന്ന എല്ലാവിധമായ സംഗീതവാദ്യ ഉപകരണങ്ങൾ, ഏറ്റവും മഹത്തരമായ, ഏറ്റവും സൃഷ്ടാന്തമായി കാണുന്ന, ആളുകൾക്ക് ഉപയോഗിക്കാൻ അന്നത്തെ കാലത്ത് ആളുകൾ ഉപയോഗിച്ചിരുന്ന സർവമാന ഉപകരണങ്ങളും സംഗീതവാദ്യ ഉപകരണങ്ങളും കൊണ്ട് സംഗീതക്കാരൻ പറയുകയാണ്, നാം അതുകൊണ്ടെല്ലാം ദൈവത്തെ സ്തുതിക്കണം. എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ ദൈവത്തെ സ്തുതിക്കുവാൻ, എങ്ങനെയൊക്കെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, ദൈവത്തെ സന്തോഷിപ്പിക്കുവാൻ നമുക്ക് കഴിയുമോ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് കഴിയുമോ, അങ്ങനെയെല്ലാം നാം സ്തുതിക്കണമെന്ന് സങ്കീർത്തനക്കാരൻ അടിവരയിട്ട് പറയുന്നതാ. നോക്കിക്കേ, ആ സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്കൊരു കൈത്താളം കൊണ്ട്, കാഹളനാദം കൊണ്ട്, വീണ കൊണ്ട്, കിന്നരം കൊണ്ട്, നൃത്തം ചെയ്ത് തന്ത്രനാദത്തോടെ, കുഴലുകൾ ഊതി ദൈവത്തെ സ്തുതിക്കണം. ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ നമ്മൾ സ്തുതിക്കണം. അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോടെ ദൈവത്തെ സ്തുതിക്കണം. എങ്ങനെയൊക്കെ നമുക്ക് സ്തുതിക്കാൻ കഴിയുമോ, ഏതൊക്കെ ഉപകരണങ്ങൾ വഴി ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ, അങ്ങനെയെല്ലാം നാം ദൈവത്തെ സ്തുതിക്കണം എന്ന് സങ്കീർത്തനക്കാരൻ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് സങ്കീർത്തനക്കാരൻ അവസാന ഭാഗമായി പറയുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്, ആരാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്? അതിനു മുമ്പ് എവിടെ വെച്ച് സ്തുതിക്കണമെന്ന് നമ്മളോട് പറയുന്നു, എന്തിന് ദൈവത്തെ സ്തുതിക്കണമെന്ന് പറയുന്നു, എങ്ങനെയെല്ലാം ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമെന്ന് സങ്കീർത്തനക്കാരൻ നമ്മളെ കാണിച്ചു തരുന്നു. പക്ഷേ അവസാനം സങ്കീർത്തനക്കാരൻ പറയുക, ആരാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്?
ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളും, ഭൂമി മാത്രമല്ല അഖിലാണ്ടത്തിൽ എവിടെയെല്ലാം ജീവനുള്ള വസ്തുക്കളുണ്ടോ, ജീവനുള്ള ജീവികളുണ്ടോ, അവയെല്ലാം ദൈവത്തെ സ്തുതിക്കണം. ജീവനുള്ളതെല്ലാം ദൈവത്തെ സ്തുതിക്കണം. സങ്കീർത്തനക്കാരന്റെ ഉള്ളിലെ മനസ്സിലെ സന്തോഷം കൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നതാണ്, നമ്മളെ പ്രബോധിപ്പിക്കുകയാണ്. നമുക്ക് ജീവനുണ്ടോ? അങ്ങനെയാണെങ്കിൽ നാം ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകണം. വേദപുസ്തകം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ജീവനുള്ളതെല്ലാം ദൈവത്തെ സ്തുതിക്കുന്നു. നാം ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകട്ടെ. ഒന്നോർത്താൽ ദൈവം നമുക്ക് ചെയ്തു തന്ന ഉപകാരങ്ങളെ നാം ഓർത്താൽ നമുക്ക് എങ്ങനെ സ്തുതിക്കാതിരിക്കാൻ കഴിയും? ദൈവം ചെയ്തു തന്ന നന്മകളെ നാം ഓർത്താൽ എങ്ങനെ നമുക്ക് അവനെ മഹത്വപ്പെടുത്താതിരിക്കാൻ കഴിയും? എങ്ങനെയെല്ലാം നമുക്ക് സ്തുതിക്കാൻ കഴിയുമോ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമോ, അങ്ങനെ നമുക്ക് ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.